So yummy. Hi friends, welcome to Fire's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുഡിംഗ് റെസിപ്പിയാണ്. അത് നമ്മൾ ടോഫി പുഡിംഗ് ആണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ടോഫി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ടോഫി. അപ്പം ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മേരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പുഡിംഗ് ട്രേയുടെ ഫസ്റ്റ് ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് നമ്മൾ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ടോഫി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് പറയാം. അതിനായിട്ട് മിൽക്ക് മെയ്ഡ് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ നമ്മൾ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അപ്പോഴൊന്നും കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു 4 മണിക്കൂർ മിനിമം നമ്മളത് പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടതാണ്. എന്നിട്ടാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് ഹൈ പ്രഷർ ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ടോഫി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒന്ന് ജസ്റ്റ് 2 ടീസ്പൂൺ ടോഫി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ടോഫി ഫ്ലേവർ ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മേലെ സെക്കൻഡ് ലെയർ ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി തേർഡ് ലെയർ ആയിട്ട് നമ്മൾ വെക്കുന്നത് ബനാന ആണ്. അത് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് എടുക്കാം. അപ്പോൾ തേർഡ് ലെയർ ആയിട്ട് നമുക്ക് അതുകൂടെ വെച്ചെടുക്കാം. ഇനി ഫോർത്ത് ലെയർ നമ്മൾ വെക്കുന്നത് നമ്മൾ ടോഫിയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോർത്ത് ലെയർ ആയിട്ട് നമ്മൾ വെക്കുന്നത് വിപ്പിംഗ് ക്രീം തന്നെയാണ്. ലാസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ ടോഫി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും കൂടെ നമുക്ക് ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്ഡ് ചോക്ലേറ്റ്സ് ആണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ഫ്രീസറിലോ അല്ല ഫ്രിഡ്ജിൽ നമുക്കൊരു 4 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വെക്കണം. 4-8 മണിക്കൂർ മിനിമം എടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ടോഫി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടോഫിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്